ഹാലോവിൻ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി അമേരിക്കയിലുള്ള ഒരു വീട്ടിൽ 3 വികൃത രൂപത്തിലുള്ള പാവകളെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും ആകർഷകമായ രീതിയിൽ ആ പാവകളെ ഉണ്ടാക്കിയതുകൊണ്ട് ആ വീട്ടുകാരോട് നാട്ടുകാർക്കൊക്കെ ഒരു മതിപ്പുണ്ടാവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നു പോവുകയാണ്. പക്ഷേ ആ വീടിന്റെ മുമ്പിൽ നിന്ന് ആ പാവകളെ ആരും എടുത്ത് മാറ്റുന്നതുമില്ല. ആഴ്ചകൾ കടന്നുപോയി. ആ വീടിന്റെ മുമ്പിൽ ആ പാവകൾ എപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ സംശയം തോന്നിയ നാട്ടുകാരിൽ ഒരാൾ ആ പാവകളുടെ അടുത്തെത്തി പരിശോധന നടത്തുകയാണ്. ആ പാവകളുടെ അടുത്തെത്തിയ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. കാരണം അത് പാവകളായിരുന്നില്ല, മറിച്ച് ആ വീട്ടിൽ താമസമുണ്ടായിരുന്ന 3 അംഗങ്ങളുടെ മൃതദേഹങ്ങളായിരുന്നു. അമേരിക്കയിൽ തന്നെ നടുക്കിയ ഹാലോവിൻ കൊലപാതകം എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റായിരുന്നു ഇത്. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നതാണ്? ശരിക്കും ഈ സംഭവം ഇങ്ങനെ തന്നെയായിരുന്നു നടന്നത്? നമുക്ക് പരിശോധിക്കാം. 2010 ഒക്ടോബർ 31 അമേരിക്കയിലെ ഒഹായോ ഒട്ടാവ കൗണ്ടിയിലുള്ള മാർട്ടിൻ എന്ന നഗരത്തിലാണ് സംഭവം നടന്നത്. വില്യം ലിസ്കെ സീനിയർ തൻ്റെ കുടുംബത്തോടൊപ്പം മാർട്ടിൻ നഗരത്തിലാണ് താമസിച്ചിരുന്നത്. വില്യത്തെ കൂടാതെ തൻ്റെ 2ാം ഭാര്യയായ സൂസൻ ലിസ്കെ, മക്കളായ വില്യം BJ ലിസ്കെ, ഡെവൻ ഗ്രിഫിൻ, ഡെറിക് ഗ്രിഫിൻ എന്നിവരാണ് താമസിച്ചിരുന്നത്. അമേരിക്കയിൽ നടക്കുന്ന ഹാലോവിൻ പാർട്ടി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒന്നാണ്. വികൃതമായ രീതിയിൽ ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കൃത്രിമമായ രീതിയിൽ രക്തവും മുറിവുകളും എല്ലാം ഉണ്ടാക്കിയെടുക്കും. എല്ലാ വീടുകളും ശ്മശാനങ്ങൾ പോലെ അങ്ങനെ അലങ്കരിക്കും. ഏറ്റവും നന്നായി വീടുകളൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്ന ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ആളുകൾ സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ ഒക്ടോബർ 30 വില്യം ലിസ്കയുടെ വീട്ടിൽ ചെറിയൊരു ഹാലോവിൻ പാർട്ടി നടന്നിരുന്നു. ഏറെ വൈകിയാണ് പാർട്ടി അവസാനിച്ചത്. ആഘോഷമെല്ലാം കഴിഞ്ഞ് വില്യം ലിസ്കയും ഭാര്യ സൂസനും മകനായ ഡെറിക്കും ഉറങ്ങാൻ കിടന്നു. ഡെവൻ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് രാവിലെ ഏകദേശം 9 മണിക്ക് ഡെവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാനായി വസ്ത്രം മാറാനായി വീട്ടിലേക്കെത്തി. തൻ്റെ ആ റൂമിലെത്തി ഡെവൻ വസ്ത്രം മാറി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കളും അനുജനും കിടപ്പുമുറിയിൽ നല്ല ഉറക്കത്തിലാണ്. മൂത്ത സഹോദരൻ BJ ലിസ്കെ ആ സമയം വീട്ടിലുണ്ടായിരുന്നു. തലേ ദിവസം നടന്ന പാർട്ടിയിലും BJ ലിസ്കെ പങ്കെടുത്തിരുന്നില്ല. വെളുപ്പിനെയാണ് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നുകൊണ്ട് ഡെവൻ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന BJയോട് യാത്ര പറഞ്ഞ ശേഷം ഡെവൻ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിലെ ആ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഡെവൻ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോളമായി ആ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വീട്ടിലെത്തിയ ഡെവൻ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഉച്ചയ്ക്ക് 2 മണിയായിട്ടും വീട്ടിൽ ആരും ഉണർന്നിട്ടില്ല. ഡെവൻ വേഗം അവൻ്റെ മാതാപിതാക്കളുടെ മുറി പരിശോധിച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവൻ്റെ അച്ഛനെയും അമ്മയുമാണ് അവൻ കണ്ടത്. എന്നാൽ ആ കാഴ്ച അവനിൽ ഒരു തരത്തിലുള്ള ഞെട്ടലും ഉണ്ടാക്കിയില്ല. അതിനൊരു കാരണമുണ്ട്. അമേരിക്കയിൽ ഹാലോവിൻ ദിനത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ സാധാരണമാണ്. മക്കളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഹാലോവിൻ പ്രാങ്കുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ പറ്റിക്കുന്നതിന് വേണ്ടി തൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ കൃത്രിമമായ രക്തമാണതെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ നിശ്ചലമായി കിടക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട ഡെവന് സംശയം തോന്നി. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അവൻ കാണുന്നത്. തൻ്റെ അച്ഛനും അമ്മയും വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പേടിച്ചു പോയ ഡെവൻ പിന്നീടെത്തിയത് അവൻ്റെ അനിയനായ ഡെറിക്കിൻ്റെ മുറിയിലേക്കാണ്. സമാനമായ തരത്തിൽ ഡെറിക്കും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ ആ വീടിൻ്റെ പുറത്തേക്ക് ഓടിയിറങ്ങി തൻ്റെ ആൻറ്റിയെ വിവരമറിയിച്ചു. അവരാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ആ വീടെല്ലാം പരിശോധിച്ച ശേഷം അന്വേഷണം ആരംഭിച്ചു. ഡെവനെയാണ് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത്. നടന്ന കാര്യങ്ങളെല്ലാം ഡെവൻ പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു. അപ്പോഴാണ് BJയെക്കുറിച്ച് ഡെവൻ ചിന്തിക്കുന്നത്. ഡെവൻ പള്ളിയിലേക്ക് പോകാൻ വീട്ടിലെത്തിയപ്പോൾ BJ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ആ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഡെവൻ BJയോട് ഇവരിതുവരെ എഴുന്നേറ്റില്ലേ എന്ന് തിരക്കിയിരുന്നു. അവർ ഉറക്കത്തിലാണ്, അവരിതുവരെ എഴുന്നേറ്റില്ലെന്ന് BJ മറുപടി പറയുകയും ചെയ്തു. എന്നാൽ BJ ഇപ്പോൾ ആ വീട്ടിലില്ല. അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയുകയുമില്ല. അങ്ങനെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അയൽക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെളുപ്പിനെ ഏകദേശം 6 മണിയോടുകൂടി വില്യത്തിന്റെ വീട്ടിൽ നിന്ന് ചില ശബ്ദങ്ങൾ അവർ കേട്ടിരുന്നു. അത് ഹാലോവിൻ ആഘോഷങ്ങളുടെ ഭാഗമായി കേട്ട ശബ്ദങ്ങളാകുമെന്ന് അവർ കരുതി. അവർ അത് ഗൗരവത്തിലെടുത്തില്ല. വെടിയേറ്റാണ് വില്യം ലിസ്കയും സൂസനും കൊല്ലപ്പെടുന്നത്. ചുറ്റിക കൊണ്ടുള്ള ആക്രമണത്തിലാണ്
ഡെറിക്ക് കൊല്ലപ്പെട്ടത്. പോലീസിന്റെ നിഗമനത്തിൽ BJയിലേക്കാണ് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. കാരണം BJ സ്കിസോഅഫക്റ്റീവ് ഡിസോർഡർ എന്ന മാനസിക പ്രശ്നം നേരിട്ടിരുന്നു. പലപ്പോഴായി BJ വളരെ അക്രമാസക്തനായി കാണപ്പെടാറുണ്ടായിരുന്നു. BJയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ അവരുടെ തന്നെ ഹോളിഡേ ഹോമിൽ നിന്ന് പോലീസ് BJ പിടികൂടി. ചോദ്യം ചെയ്യലിനൊടുവിൽ അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഒക്ടോബർ 31 വെളുപ്പിനെ BJ വീട്ടിലേക്ക് വരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന തന്റെ സഹോദരനായ ഡെറിക്കിന്റെ അടുത്തേക്കാണ് അവൻ ആദ്യം എത്തിയത്. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവാതെ തന്നെ ഒരു ചുറ്റിക കൊണ്ട് ഡെറിക്കിന്റെ തലയിലേക്ക് അവൻ ആഞ്ഞടിക്കുകയായിരുന്നു. ഡെറിക്കിന്റെ മരണം അങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം മാതാപിതാക്കളുടെ മുറിയിലേക്കാണ് അവൻ അടുത്തതായി എത്തിയത്. വീട്ടിലുണ്ടായിരുന്ന തോക്കെടുത്ത് വില്യത്തിനെയും സൂസനെയും വെടിവെച്ചാണ് അവൻ കൊലപ്പെടുത്തിയത്. ശേഷം അവന്റെ സ്വന്തം വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ BJയുടെ വാഹനത്തിൽ നിന്നും രക്തക്കറയും വസ്ത്രത്തിൽ നിന്ന് മരിച്ചവരുടെ DNA സാമ്പിളും അവർ കണ്ടെത്തി. താൻ അവരെ കൊല്ലുന്ന സമയത്ത് മാനസിക നില തെറ്റിയിരുന്നുവെന്നും ദേഷ്യം നിയന്ത്രിക്കാനായില്ല എന്നുമാണ് BJ പറഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ BJയ്ക്ക് കോടതി പരോളില്ലാതെ 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2025 ജയിലിൽ വെച്ച് BJ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിത്യേന പലതരത്തിലുള്ള വാർത്തകളും വീഡിയോകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നമ്മൾ പോവാറില്ല. ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അവർ പറഞ്ഞതുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാവും അറിയാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ഇതും. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങളിലേക്കെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വന്തം KL ടോക്സ്.